ഉക്രൈൻ യുദ്ധം 5-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ സ്വന്തം മണ്ണിലേക്ക് നടക്കുന്ന കടുത്ത ആക്രമണങ്ങൾക്ക് മറുപടിയായി യുകെക്കെതിരെ രൂക്ഷമായ മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തിയിരിക്കുന്നു. റഷ്യൻ ഭൂപ്രദേശങ്ങൾ ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങളിൽ ബ്രിട്ടന്റെ നേരിട്ടുള്ള പങ്കാളിത്തമുണ്ടായാൽ അത് റഷ്യക്കെതിരായ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നാണ് മോസ്കോ വ്യക്തമാക്കിയത്. ബ്രിട്ടൻ നിർമ്മിത അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് റഷ്യൻ അതിർത്തിക്കുള്ളിലേക്ക് ആദ്യമായി ദീർഘദൂര ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഈ പുതിയ നയതന്ത്ര യുദ്ധത്തിന് വഴിമരുന്നിട്ടത്. ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യയും ആയുധങ്ങളും ഉപയോഗിച്ചുവെന്ന വാദം മോസ്കോയിൽ വലിയ പ്രകോപനമാണ് ഉണ്ടാക്കിയത്. ലണ്ടനിലെ റഷ്യൻ എംബസി വിഷയത്തിൽ ശക്തമായ പ്രതികരണമാണ് രേഖപ്പെടുത്തിയത്. ബ്രിട്ടന്റെ ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് ബ്രിട്ടൻ അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും എംബസി വക്താവ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ റഷ്യയുടെ ഈ തുറന്ന ഭീഷണികൾക്ക് മുൻപിൽ അല്പം പോലും വഴങ്ങാൻ തയ്യാറല്ലെന്ന് ബ്രിട്ടീഷ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉക്രൈന് നൽകി വരുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങൾ 100% തുടർന്നു കൊണ്ടുപോകുമെന്നും രാജ്യം നേരിടുന്ന ഈ കടുത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പൂർണ്ണ പിന്തുണയോടെ ഉക്രൈനൊപ്പം ഉറച്ചു നിൽക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാം പ്രഖ്യാപിച്ചു. ലണ്ടനും മോസ്കോയും തമ്മിലുള്ള ഈ വാക്പോര് ഒരു പുതിയ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്ന ഭീതിയിലാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ. നാറ്റോ സഖ്യത്തിലെ പ്രമുഖ അംഗമായ ബ്രിട്ടനുമായി റഷ്യ നേരിട്ടൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ അത് 3-ാം ലോക മഹായുദ്ധത്തിന് തുടക്കമിട്ടേക്കാം. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന ആയുധങ്ങളുടെ ഉപയോഗ പരിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കാൻ ഈ സംഭവം കാരണമായിട്ടുണ്ട്. സ്വന്തം പ്രതിരോധത്തിനായി മാത്രം ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന നിബന്ധനയോടെയാണ് പല പാശ്ചാത്യ രാഷ്ട്രങ്ങളും മുൻപ് സഹായങ്ങൾ നൽകിയത്. ബ്രിട്ടൻ നൽകിയ ഡ്രോൺ സാങ്കേതിക വിദ്യ അതിവേഗം റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഉക്രൈനെ സഹായിച്ചിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തി റഷ്യൻ സൈനിക താവളങ്ങളിലും എണ്ണ സംസ്കരണ ശാലകളിലും പ്രഹരമേൽപ്പിക്കാൻ ഇത്തരം ദീർഘദൂര ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പുകൾ വെറും വാചകമടി മാത്രമല്ലെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേരത്തെ തന്നെ യുകെയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കാനും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും റഷ്യ തയ്യാറായിരുന്നു. പുതിയ സാഹചര്യത്തിൽ ബ്രിട്ടന്റെ സമുദ്ര നിരീക്ഷണ സംവിധാനങ്ങൾക്കോ അല്ലെങ്കിൽ യുകെയുടെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങൾക്കോ നേരെ രഹസ്യമായി റഷ്യൻ ഹാക്കർമാർ വഴിയോ മറ്റിതര മാർഗങ്ങളിലൂടെയോ പ്രതികാര നടപടികൾ ഉണ്ടായേക്കാം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കടുത്ത നിലപാട് ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചർച്ചയായി. റഷ്യയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് രാജ്യം സജ്ജമാണോ എന്ന ചോദ്യങ്ങൾ പ്രതിപക്ഷ വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ സംഭവ വികാസങ്ങൾ യൂറോപ്പിലെ സൈനിക വിന്യാസത്തിലും സുരക്ഷാ നയങ്ങളിലും വൻ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അവർ. ഇതിന് മറുപടിയായി റഷ്യ തങ്ങളുടെ ആണവ പ്രതിരോധ സംവിധാനങ്ങളെ സജ്ജമാക്കി നിർത്തുകയും വിനാശകാരിയായ ആയുധങ്ങൾ വിന്യസിക്കുകയും ചെയ്തേക്കാം. യൂറോപ്യൻ യൂണിയനിലെ മറ്റു പ്രധാന രാജ്യങ്ങളായ ജർമ്മനിയും ഫ്രാൻസും വളരെ ജാഗ്രതയോടെയാണ് ഈ തർക്കത്തെ വീക്ഷിക്കുന്നത്. ഉക്രൈന് പിന്തുണ നൽകുന്നതിൽ ഉറച്ചു നിൽക്കുമ്പോഴും റഷ്യയുമായി നേരിട്ടൊരു തുറന്ന പോരാട്ടത്തിലേക്ക് നാറ്റോ പങ്കാളികൾ വലിച്ചിഴക്കപ്പെടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തും ഈ വാക്പോരിന്റെ നിഴൽ വീണു കഴിഞ്ഞു. റഷ്യൻ ഭൂപ്രദേശങ്ങൾക്ക് നേരെ ആക്രമണം രൂക്ഷമാകുന്നതോടെ ആഗോള ഊർജ്ജ വിപണിയിൽ എണ്ണ, ഗ്യാസ് വിലകൾ വീണ്ടും അസ്ഥിരപ്പെടാൻ തുടങ്ങി. യൂറോപ്പിലെ വിപണികളിൽ വീണ്ടും പണപ്പെരുപ്പ ഭീഷണി ഉയരുന്നതിനൊപ്പം അന്താരാഷ്ട്ര ഓഹരി വിപണികളിലും വൻഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. റഷ്യൻ വാർത്താ ഏജൻസികളും മാധ്യമങ്ങളും യുകെക്കെതിരായ വ്യാപകമായ പ്രചാരണമാണ് അഴിച്ചുവിടുന്നത്. ഉക്രൈനിലെ അധിനിവേശത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ ബ്രിട്ടനും അമേരിക്കയുമാണെന്ന വാദമാണ് മോസ്കോ സ്വന്തം ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന്റെ ഈ ഉറച്ച പിന്തുണ വലിയൊരു ആശ്വാസമാണ്. പാശ്ചാത്യ നാടുകളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാൻ വൈകുന്ന ഘട്ടങ്ങളിൽ ബ്രിട്ടൻ കാണിക്കുന്ന ഈ ധൈര്യം മറ്റ് രാഷ്ട്രങ്ങളെയും കൂടുതൽ സൈനിക സഹായം നൽകാൻ പ്രേരിപ്പിക്കുമെന്ന് ഉക്രൈൻ ഭരണകൂടം കരുതുന്നുണ്ട്. അന്താരാഷ്ട്ര നയതന്ത്ര വാതിലുകൾ അടയുകയും ആയുധങ്ങളുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. സമാധാന ചർച്ചകൾക്കുള്ള യാതൊരു സാധ്യതയും നിലവിൽ തെളിയുന്നില്ലെന്ന് മാത്രമല്ല, യുദ്ധത്തിന്റെ വ്യാപ്തി കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നുണ്ട്. ബ്രിട്ടന്റെ അതിരില്ലാത്ത സഹായവും റഷ്യയുടെ കടുത്ത ഭീഷണിയും ഉക്രൈൻ യുദ്ധത്തെ ഏറ്റവും അപകടകരമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.
ബ്രിട്ടീഷ് നിർമ്മിത ഡ്രോണുകൾ റഷ്യയിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ കേവലം ഒരു പ്രാദേശിക പ്രതിസന്ധിയല്ല, മറിച്ച് റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഒരു പരസ്യ പോരാട്ടത്തിന്റെ മുന്നോടിയാണ്. ലണ്ടനും മോസ്കോയും തമ്മിലുള്ള നയതന്ത്ര പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായാൽ അത് യൂറോപ്പിന്റെ മുഴുവൻ സുരക്ഷയെയും സ്ഥിരതയെയും എന്നേക്കുമായി തകിടം മറിക്കും.